പൂർണ്ണതയിൽ ചെന്ന് ചേർന്ന് അവനായി തീരാ വേണ്ടത്. ഇപ്പൊ നിങ്ങൾ അമ്പലത്തിൽ പോയി, നമ്മൾ അമ്പലത്തിൽ പോയാൽ അതിലുള്ളത് പ്രപഞ്ചനാഥനാണ്, ഭഗവാനാണ്. എന്തും പേരാവാം, കൃഷ്ണനോ രാമനോ മുഹമ്മദോ യേശുവോ ബുദ്ധനോ ആരാവാം. എല്ലാവരിലും പരമാത്മാവായ ഈശ്വരനാണ്. ഈശ്വരനെ കണ്ട് ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കാനും അവിടെ പോകേണ്ടത്. നിങ്ങൾക്ക് ഏത് അമ്പലത്തിലും പോവാം, ഏത് പള്ളിയിലോ എവിടെ പോകും, നമ്മളെല്ലായിടത്തും പോവാറുണ്ട്. പറഞ്ഞു ആ അതറിഞ്ഞാൽ ആ ദൈവത്തിലാണ് നമ്മളിരിക്കുന്നതും അതാണ്ട് നമ്മൾ ആനന്ദിച്ച് പരന്തനായി. ഞാൻ ഇവിടെ അല്ല ഇരിക്കുന്നത്, വേറെ ഒന്നുണ്ട്. ഞാൻ ആരായിരുന്നു എന്ന് പറഞ്ഞു, ആ പ്രകാശമായിരുന്നു. ആ പ്രകാശമായ ഞാനാണ് പ്രസരിച്ച് വികസിച്ച് വ്യാപിച്ച് ശിവനും മിലാഹുമായി ദൃശ്യമായത്. എന്നിട്ട് എൻ്റെ ശരീരത്തിനുള്ളിൽ ഗർഭമായ ഭൂമിയിലേക്ക് ആ പ്രകാശമായ ഞാൻ തന്നെയാണ് ബീജമായി വന്നത്. അപ്പോൾ ശിവനെന്നും മിലാഹെന്നും പറയുന്ന എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലെ ഈ ശരീരവും നിങ്ങളൊക്കെ എല്ലാ ശരീരങ്ങളും ഞാൻ തന്നെയാണ്, ആ ഒരുവൻ തന്നെയാണ്. ഞാൻ എപ്പോഴും അവിടെ ഇരുന്നു കൊണ്ട് പ്രസരിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ പ്രകാശം അത് പ്രസരിച്ചു കൊണ്ടേയിരിക്കുന്നില്ലെങ്കിൽ ഈ പ്രപഞ്ചമില്ല, ഭൂമിയില്ല, ഒരു മനുഷ്യനുമില്ല. എപ്പോഴും അവിടെ ഇരിക്കണം നമ്മൾ. ഇങ്ങനത്തെ ഇടമാണ് റസൂലുള്ള ഉദ്ദേശിച്ചതും ഉണ്ടാക്കിയതും. ഇതാണ് ഭവനം, പള്ളി എന്ന് പറഞ്ഞ ഇതാണ്. നമ്മളിപ്പോ ഇതുപോലെ ഒരു ഭിന്നത ഇല്ലാതെ ഇരിക്കണില്ലേ, ആണും പെണ്ണും എന്നൊന്നും ശ്രദ്ധയിലല്ലല്ലോ നമ്മൾ ഇരിക്കണത്. നിങ്ങൾക്ക് മറ്റേ പള്ളിയിൽ ഇപ്പൊ പോകാൻ കഴിയില്ല, പെണ്ണായതുകൊണ്ട് കേട്ടില്ലല്ലോ. ഈ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല, ഇങ്ങനെ ഇരിക്കാൻ കഴിയില്ല. മുജാഹിദ് ഇരിക്കാൻ പറ്റില്ല, ആണുങ്ങളോടൊപ്പം ഇരിക്കാൻ കഴിയില്ല. ഇവിടെ ആണും പെണ്ണും രണ്ടല്ലേ. ആണില്ലേ പെണ്ണുണ്ടോ, പെണ്ണില്ലെങ്കിൽ ആണുണ്ടോ, രണ്ടും ചേർന്ന്